വെൽക്കം ടു ചന്ദ്രൂസ് കിച്ചൺ. ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് പരിപ്പ് കറി. ദിസ് റെസിപ്പി ഈസ് ഫോർ ബിഗിനേഴ്സ്. വളരെ ഈസി ആൻഡ് ക്വിക്ക് റെസിപ്പിയാണിത്. നമ്മളെല്ലാവരും വീട്ടിൽ പരിപ്പ് കറി സാധാരണ വയ്ക്കുന്നതാണ്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. പരിപ്പ് കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: വൃത്തിയാക്കി കഴുകിയ പരിപ്പ് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, പച്ചമുളക്, ഉപ്പ്, മല്ലിയില, കടുക്, ഇഞ്ചി, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, കായം. ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. കുക്കറിൽ പരിപ്പും പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിക്കാം. വിസിലിട്ട് വേവിച്ചതാണ്. സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുകിടാം. കടുക്, അല്പം ജീരകം, കറിവേപ്പില ഇടാം. ചുവന്നുള്ളി, വെളുത്തുള്ളി, ജിഞ്ചർ എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഇടുന്നത്. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പൊടികളിടാം. ചെറിയ ബ്രൗൺ നിറാകുമ്പോൾ ബാക്കി പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി. ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം പരിപ്പിൽ ഉപ്പിട്ടതാണ്. ഇതൊന്ന് തിളച്ച കറി റെഡിയായി. പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സജഷൻസ് പോസ്റ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. If you like, please like and subscribe.